ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു 60% മാർക്ക് ഡിഗ്രിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ISROയിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് UDC തുടങ്ങിയ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു AZB അക്കാഡമി. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ISRO എന്ന് പറയുന്നതിന് നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദ സെൻസ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയുടെ ഡെവലപ്മെന്റിലെ ഓർഗനൈസേഷനിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ISRO എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റന്റ് UDC, അതുപോലെ JPA ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ വിവിധ തസ്തികയിലേക്ക് ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്, ആക്റ്റീവ് ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇതിന് അപ്ലൈ ചെയ്യുക. ഏറ്റവും മികച്ചൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് www.isro.gov.in എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വരുന്നത്. ഇവിടെ തന്നെ ടോട്ടൽ നമുക്ക് 244 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ISROയിൽ വരുന്ന ബാംഗ്ലൂർ, അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ട, തിരുവനന്തപുരം തുടങ്ങിയ ഏരിയയിലേക്കൊക്കെയാണ് നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, വേക്കൻസീസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് ഓൾറെഡി ജൂലൈ 21, 2026 വന്നിട്ടുണ്ടായിരുന്നത്. 27 ജൂലൈ 2026 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാനായിട്ടുള്ള ടൈമാണ് 27 ജൂലൈ 2026 നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 16 അതായത് നമുക്കിനി കൂടി, ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം 6 ഇനി ഒരു 10 ഡേയ്സ് കൂടിയാണ് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. നമ്മുടെ ടൈം വളരെ അമൂല്യമാണ്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടെങ്കിൽ കോമൺ ഡിഗ്രി ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഏകദേശം 113 പോസ്റ്റുകളാണുള്ളത്. പിന്നെ നമുക്ക് JPA അതിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് കുറച്ചുകൂടി എഡ്യൂക്കേഷന് കൂടെ അഡീഷണൽ ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമുക്ക് ടെക്നിക്കൽ സൈഡ് കൂടി ഉള്ളവർക്കാണ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി UDC എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സ്റ്റെനോഗ്രാഫർ, ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസിസ്റ്റൻറ്റ്, അതുപോലെ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, അങ്ങനെ ടോട്ടൽ 244 നമുക്ക് നോട്ടിഫിക്കേഷൻ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഞാനിപ്പോൾ കൂടുതൽ എടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ്. അപ്പോൾ നമുക്ക് OBC UC ജനറൽ കാറ്റഗറി അങ്ങനെ ഓരോ കാറ്റഗറി ബേസ് ആയിട്ടുള്ള ഡിവിഷൻ ആണ് ഇവിടെ നമുക്ക് വേക്കൻസീസ് കാണിച്ചിരിക്കുന്നത്. എനിവേ നമുക്ക് ടോട്ടൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഓരോ പോസ്റ്റ് അനുസരിച്ചിട്ടാണ്, അത് ഞാൻ ക്രോപ്പ് ചെയ്തപ്പോൾ മിസ്സായി പോയതാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നവർക്ക്, അതായത് നമുക്ക് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കൊക്കെ നമുക്ക് വേക്കൻസി ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങളൊരു പോസ്റ്റിനെ അപേക്ഷിച്ചിരിക്കുക. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന അസിസ്റ്റൻറ്റും UD അതുപോലെ UDC അപ്പർ ഡിവിഷൻ ക്ലർക്കിനേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ളവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% മാർക്ക് അല്ലെങ്കിൽ CGPA 6.32 ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അംഗീകൃതമായിട്ടുള്ള സർവകലാശാലയിൽ നിന്ന് തന്നെ ആയിരിക്കണം ഡിഗ്രി സ്കോർ ചെയ്യേണ്ടത്, ഡിഗ്രി പാസ്സാവേണ്ടത്. ആൻഡ് the graduation should have been completed with the stipulated duration of the course prescribed by the university. പറഞ്ഞിരിക്കുന്ന ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡിഗ്രി ക്വാളിഫൈ ആയിരിക്കണം. അതായത് നമുക്കൊരു ഡിഗ്രി മെയിനായിട്ടും ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പാസ്സായവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് പറയുന്നുണ്ട് കമ്പ്യൂട്ടർ യൂസേജ് അറിഞ്ഞിരിക്കണം, അത് മസ്റ്റായിട്ടൊരു കാര്യം പറയുകയാണ്. കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് കൂടി നോക്കാം. നമുക്ക് ജനറൽ കാറ്റഗറി മിനിമം ഒരു 18 to 28 വരെയുള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. OBC കാറ്റഗറിക്കും SC/STക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് എങ്ങനെയാണ് എക്സാമിൻ്റെ ക്രൈറ്റീരിയൻ കൂടി നോക്കാം. മെയിനായിട്ട് നമുക്ക് ഒരു റിട്ടൺ ടെസ്റ്റ്, അതായത് CBT ഒരു ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം നമുക്കൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ സ്കിൽ ടെസ്റ്റ് based on their performance in the written examination. അപ്പോൾ നമുക്ക് സ്കിൽ ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് റിട്ടൺ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് പേപ്പർ ഉണ്ടാവും. ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം 4 ഓപ്ഷനും വരുന്നത്. അങ്ങനെ 150 മിനിറ്റാണ് നമുക്ക്
ടൈം ഡ്യൂറേഷൻ വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 50% UAR കാൻഡിഡേറ്റ്സിന്. ഇനി 40% നമുക്ക് റിസർവ്ഡ് കാറ്റഗറീസിൽ വരുന്ന OBC അതുപോലെ തന്നെ ഓരോ റിസർവ്ഡ് കാറ്റഗറീസിൽ വരുന്നത്. പിന്നെ നമുക്ക് പറയുന്നുണ്ട് candidates will be shortlisted in the skill test with a 1:5 ratio against the category wise vacancies. Categories wise vacancies അനുസരിച്ച് 1:5 റേഷ്യോയിലേക്കായിരിക്കും നമുക്ക് സ്കിൽ ടെസ്റ്റിനായിട്ട് ആളുകളെ എടുക്കുന്നത്. ഓക്കെ, ഇനി സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UDC പോസ്റ്റിലേക്കൊക്കെ സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. 60% പാസ്സായാൽ മതി. അതായത് UR അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്കും 50% റിസർവ്ഡ് കാറ്റഗറീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് നമുക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. UDCക്കും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റിനും കൂടി 500 ആണ്. JPAക്കും സ്റ്റെനോയ്ക്കും നമുക്ക് 500 രൂപ. എല്ലാത്തിനും നമുക്ക് 5000 ആണ് വരുന്നത്. ഈ രണ്ടിനും കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1000 എമൗണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസും വരുന്നുണ്ട്. ഇനി എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CGL-നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദർ ഈസ് നോ മച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിലബസ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 50 മാർക്ക്, റീസണിങ്ങിന് സെപ്പറേറ്റ് 50, GKക്ക് 50. അപ്പോൾ നമുക്ക് മെയിനായിട്ടും 150 മിനിറ്റ്സ് ആണ് വരുന്നത്. എക്സാം എങ്ങനെയായിരിക്കും? നമുക്ക് 200 മാർക്കിലായിരിക്കും നമുക്ക് എക്സാമും വരുന്നത്. അതിൽ ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ മാത്സും റീസണിങ്ങിനാണ് ഏറ്റവും കൂടുതൽ 150 മാർക്ക് അവിടെ തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ GK നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ടാണ് ഒരു 50 മാർക്ക് വരുന്നത്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. തെറ്റുത്തരത്തിന് -0.25 മാർക്ക് വെച്ച് നമുക്കവിടെ ഡിഡക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇനി ISROൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതുതായിട്ടുള്ളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി, അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാം എന്തായാലും നമുക്കൊരു ടൈം എടുക്കും. ഒരു 6 to 7 മന്തിന് മേളിൽ നമുക്ക് എന്തായാലും എക്സാം ടൈം കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ജനറൽ ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്, GK ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള എക്സാമിനേഷൻ മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരു ഗൂഗിൾ ഫോം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫില്ല് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.